ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഒരു കിഴി ഫേഷ്യലും കൊണ്ടുവന്നാണ് കേട്ടോ. ഈ കിഴിയുടെ ഒരു ഗുണം എന്താണെന്നോ, നമ്മുടെ കൈ തൊടുന്നില്ല മുഖത്ത്. ഈ ഫിംഗർ ടച്ച് എന്ന് പറയുമ്പോൾ ചില സ്കിന്നിന്, പ്രത്യേകിച്ച് ഓയിലി സ്കിന്ന്, അതുപോലെ നിറയെ തരുതരാന്ന് കുരുക്കളുള്ള സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, മാത്രമല്ല ഈ എപ്പോഴും ഇങ്ങനെ എണ്ണമയമായിട്ടിരിക്കുന്ന സ്കിന്നുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ കൈ ഫിംഗർ ടച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇതിങ്ങനെ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതലായിട്ട് സെബ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവണത വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ, ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ കുരു വന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഈ കിഴി വെച്ചുള്ള ഫേഷ്യൽ കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, ഓൾ സ്കിൻ ടൈപ്പും ഓൾ ഏജസും. ഓൾ ഏജ് എന്ന് പറയുമ്പോൾ എല്ലാ പിന്നെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കെന്ന് പറയുമ്പോൾ പിള്ളേരൊന്നും പെടുത്തിയിട്ടില്ല കേട്ടോ, എബോവ് 25. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് പ്രായത്തിൽ ഫേഷ്യൽ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പിന്നെ ഫേഷ്യൽ മസാജിനെ കുറിച്ചും ഒരു വീഡിയോ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ അടുത്തൊന്ന് കാണാൻ പറയണത്. പുതിയ എൻ്റെ വ്യൂവേഴ്സ് അതൊക്കെ എടുത്തിട്ട് കാണുന്നത് വളരെ പ്രയോജനപ്രദമാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാരെ എങ്ങനെ മസാജ് ചെയ്യണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ, അവരുടെ മസാജ് എല്ലാം നമ്മുടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മസാജൊക്കെ എടുത്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കിഴി ഉണ്ടാക്കണത് എങ്ങനെയാണെന്നോ, കിഴിയിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡറാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ഗോതമ്പ് പൊടി വേണം, പിന്നെ ഓട്സ് പൊടിച്ചതോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കാച്ചി കുടിക്കുന്ന ഓട്സ് പൊടിച്ചില്ലേലും നമുക്കത് അങ്ങനെ തന്നെ കിഴിയിൽ കേട്ടോ, അതിന് കുഴപ്പമില്ല, പൊടിച്ചാൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും, പിന്നെ ചന്ദനപ്പൊടി ഉണ്ടെങ്കിൽ സാൻഡൽവുഡ് പൗഡർ, അത് റെഡായാലും കൊള്ളാം, മറ്റേ നമ്മുടെ വെളുത്ത ചന്ദനമായാലും കൊള്ളാം. സാൻഡൽവുഡ് പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കിഴി കെട്ടുന്നതിന് 3 സ്പൂൺ പാൽപ്പൊടി വേണം കേട്ടോ, 1 സ്പൂൺ പിന്നെ ഓട്സ് പൊടിച്ചത് വേണം, 1 സ്പൂൺ ഗോതമ്പ് പൊടി വേണം, 1 സ്പൂൺ പിന്നെ ചന്ദനപ്പൊടി വേണം. ചന്ദനപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ല. എന്തായാലും പാൽപ്പൊടി മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊരു കിഴി കെട്ടാം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു കവർ പോലെ തയ്ച്ചെടുക്കാമല്ലോ. ഒരു 3 വശവും തയ്ച്ചിട്ട് നടുക്ക് മാത്രം, എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കെട്ടി കേട്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമുക്കത് കഴുകിയെടുത്ത് വെക്കാം. നല്ല കോട്ടൺ ആയിരിക്കണം കേട്ടോ, നല്ല വൃത്തിയുള്ള കോട്ടൺ അല്ലെങ്കിൽ മസ്ലിൻ തുണിയൊക്കെ ആയിരിക്കണം. അല്ലാണ്ട് എന്തെങ്കിലും എടുത്ത് കിഴി കിട്ടിയൊന്നും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ കിഴി കെട്ടിക്കഴിഞ്ഞു അല്ലേ, കിഴി കെട്ടിക്കഴിഞ്ഞ് ഇനി നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചൂടുവെള്ളം കേട്ടോ, അധികം ചൂട് വേണ്ട. ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ കിഴി മുക്കിയിട്ട് നമുക്ക് മുഖം മസാജ് ചെയ്യാം. മുഖം മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഇങ്ങനെ താഴത്തേക്ക് ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ അപ്വേഡ് മസാജ് കേട്ടോ, അപ്വേഡ് മസാജ്, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് വേയ്സ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും താഴത്തേക്ക് മസാജ് ചെയ്യരുത്. അത് എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കഴുത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കഴുത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് അപ്വേഡ് ചെയ്താൽ മതി. മുഖം സൈഡ് വേയ്സും ചെയ്യാം, അപ്വേഡും ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്കൊരു 5 to 8 മിനിറ്റ്സ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചൂടുവെള്ളത്തിൽ മുക്കി മുഖമെല്ലാം നമുക്ക് മസാജ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും, ഇനി നിങ്ങളുടെ വീട്ടിൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കാം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതിൻ്റെ എന്തെങ്കിലും ജ്യൂസ് കുറച്ച് മതി കേട്ടോ. ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഈ ജ്യൂസ്, അപ്പോൾ മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് തരും, മുഖം ഒന്ന് തുടച്ചിട്ട് ഈ ജ്യൂസ് മുക്കി വേണം നമുക്കടുത്തത് ഈ കിഴി തന്നെ മതി കേട്ടോ, വേറെ കിഴിയൊന്നും വേണ്ട. ഈ കിഴി തന്നെ ഈ ജ്യൂസിൽ മുക്കി ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ അപ്വേഡ് മസാജ്, സൈഡ് വേയ്സ് മസാജ് 5 മിനിറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് കണ്ണാടിയിലോട്ട് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, അത്രയ്ക്ക് നല്ല തിളക്കം. മെയിൻ കാരണം നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ് അത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും പോവും, ഡെഡ് സ്കിന്നും പോവും, അതോടുകൂടി നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഐസ് വെച്ചൊന്ന് മസാജ് ചെയ്യാം.
ഓക്കെ. ഐസ് വെച്ച് മസാജ് എന്ന് പറയുമ്പോൾ ഐസ് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് മുഖത്ത് മസാജ് ചെയ്യലല്ല. ഐസ് എടുത്ത് ഒരു കോട്ടണിലോ ഒരു തോർത്തിലോ അതിനെ പൊതിഞ്ഞിട്ട് വേണം നമുക്ക് മസാജ് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് ഐസ് അപ്ലൈ ചെയ്യരുത്. ഓക്കെ. നമ്മൾ ഐസ് മസാജ് ചെയ്തില്ലേ, ഐസ് മസാജ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ പാക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഐസ് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പോഴ്സൊക്കെ ചുരുങ്ങും. നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിലാണല്ലോ മസാജ് ചെയ്തത്, അപ്പോൾ പോഴ്സ് എല്ലാം വികസിച്ചു. അത് കഴിഞ്ഞ് തുറന്നു, അഴുക്കെല്ലാം പോയി. അത് കഴിഞ്ഞ് നമ്മൾ ജ്യൂസ് അപ്ലൈ ചെയ്തു, അപ്പോൾ അതെല്ലാം അബ്സോർവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഐസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഓക്കെ. ഇനി അഥവാ നിങ്ങൾക്ക് പാക്ക് ഇടണമെന്ന് ഉണ്ടെങ്കിൽ മസൂർ ദാൽ വെറുതെ മസൂർ ദാൽ നമ്മൾ വാങ്ങി പൊടിച്ച് എടുക്കാം കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് റോസ് വാട്ടറിലോ തണുത്ത വെള്ളത്തിലോ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. പിന്നെ അധികം പിഗ്മെൻ്റ് ഉള്ളവർക്കാണ് ഞാൻ ഈ മസൂർ ദാലും ഇരട്ടി മധുരം ലക്കുറീസ് അതും നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ആ പൊടി നിങ്ങൾ വാങ്ങി വെക്കണം. അതും നമുക്ക് വെറുതെ പച്ചവെള്ളത്തിൽ, വേറെ ഒന്നും ചെയ്യണ്ട, വെറുതെ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. റോസ് വാട്ടർ വീട്ടിലുണ്ടാക്കാം, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. ഉണങ്ങുമ്പോൾ വലിഞ്ഞു കഴിയുമ്പോൾ ടൈറ്റ് ആവണ്ട, ഉണങ്ങുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. നല്ല ഒന്നാന്തരം ഫേഷ്യലാണിത്. നമ്മൾ കൈ തൊടാതെ ചെയ്യുന്ന നമ്മുടെ മുഖത്തിന് ഏറ്റവും സ്മൂത്താവുന്നതിനും ഒക്കെ പറ്റിയ നല്ല ഒന്നാന്തരം ഫേഷ്യലാണ്. പിന്നെ ഈ പൊടികൾ നമുക്ക് പിന്നെ ആൽമണ്ട് പൗഡർ ഉപയോഗിക്കാം ഇതിൽ കേട്ടോ. അതുപോലെ നിങ്ങൾ ഓറഞ്ചൊക്കെ കഴിച്ചിട്ടാ അത് വലിച്ച് അതിൻ്റെ തൊണ്ട് വലിച്ചെറിഞ്ഞ് കളയാണ്ട് അതിനെ നന്നായിട്ട് കഴുകി ശരിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചാൽ നല്ല ഒന്നാന്തരം സ്ക്രബാണ്. ഓക്കെ. അതും നമുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കിഴിയിൽ ചേർക്കാം. എന്തായാലും ആദ്യം വേണ്ടത് മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടിയാണ്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം, ആൽമണ്ട് പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അരിപ്പൊടി എടുക്കാം, ഗോതമ്പ് പൊടി എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ മെയിൻ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ, ഈ കിഴി വെച്ചുള്ള ഫേഷ്യലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നല്ല ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ മുഖക്കുരു വരുന്നവർക്കും പിന്നെ നിറയെ മുഖക്കുരും തരുതരാന്ന് പിന്നെ കുരുക്കളും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് ഈ കിഴി ഫേഷ്യൽ വളരെ ഉപകാരമുണ്ട്. കാരണം നമ്മൾ ആ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോഴ്സൊക്കെ തുറന്ന് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നമുക്ക് പുറത്ത് വരും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തിക്കളയാം. അതല്ലെങ്കിൽ ഒരു ടവലെടുത്ത്, ഒരു ചെറിയ ടവലെടുത്ത് അത് ചൂടുവെള്ളത്തിൽ മുക്കി അമർത്തി തുടച്ച് കഴിയുമ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവും. അത് ഞാൻ നേരത്തെ പറയേണ്ടതാണ്, മറന്നുപോയി. അപ്പോൾ അത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ഇരിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. മുഖക്കുരും എണ്ണമയമുള്ള സ്കിന്നുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.